അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവനായി 13-കാരൻ മിഥുൻ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ദാരുണമായി ഷോക്കേറ്റ് മരിച്ച വാർത്തയിലേക്കാണ് ലാസ്റ്റ് എഡിഷൻ ആദ്യം പോകുന്നത്. രാവിലെയായിരുന്നു സംഭവം. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം വൈകിട്ടോടെ മിഥുന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വിദേശത്തുള്ള മിഥുന്റെ അമ്മ എത്തിയതിനു ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജില്ലയിൽ നാളെ ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തേവലക്കര നിന്ന് സുധീഷ് ഗോപാലും രാജീവും ചേരുന്നുണ്ട്. ആദ്യം സുധീഷ് ഗോപാലിലേക്കാണ്. സുധീഷ്, ഒരു കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാനാണ് ആ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് മിഥുൻ കയറുന്നത്. കാലൊന്ന് തെന്നിയപ്പോൾ 440 മെഗാവാട്ട് വൈദ്യുതി കമ്പിയിലേക്ക് അവൻ പിടിക്കുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞു ജീവൻ അധികൃതരുടെ വലിയ അനാസ്ഥയെ തുടർന്ന് ആ കുഞ്ഞു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്താണ് നിലവിലെ വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരുടെ KSEBയുടെ എല്ലാം വലിയ അനാസ്ഥയിലാണ് മിഥുൻ എന്ന 13-കാരൻ, അതും വളരെ മിടുക്കനായ ഒരു കുടുംബത്തിന് മൊത്തം ആശ്രയമായി വളർന്നു വരേണ്ട ഒരു 13-കാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞത്. അതിൽ നമുക്കറിയാം, ഒരു വാഴ വളർന്നു വന്നാൽ തന്നെ ഇലക്ട്രിക് ലൈനിൻ്റെ താഴെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് KSEBക്കാർ ആ വാഴ വെട്ടി നശിപ്പിച്ച നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. അതേ KSEB ആണ് ഇവിടെ ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹൈസ്കൂളിൽ അവിടുത്തെ സൈക്കിൾ ഷെഡിന് തൊട്ട് മുകളിലൂടെ, അതായത് ഇന്ന് മിഥുൻ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ മിഥുൻ്റെ അരയറ്റം പോലും ഉയരത്തിലല്ലാതെയാണ് ഈ വൈദ്യുതി ലൈൻ, അതും ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുതി ലൈൻ പോകുന്നത്. അതിൽ തെന്നി വീണാണ് മിഥുന് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. സുഹൃത്തിൻ്റെ ചെരുപ്പ് എടുത്തു നൽകാനായി ക്ലാസ് മുറിയിൽ നിന്നും ഞൂർന്ന് ഇറങ്ങിയതാണ്. ആ കെട്ടിടത്തിന് തന്നെ കെട്ടുറപ്പില്ല, ശക്തമായ ഒരു കെട്ടിടമല്ല. അതേ സാഹചര്യത്തിൽ തന്നെ അനധികൃതമായി ഇത്തരമൊരു ഷെഡ് പണിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിലൂടെയുള്ള ലൈൻ മാറ്റാൻ KSEBയോട് ആവശ്യപ്പെട്ടിരുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ അധികൃതരോട് ഇത്തരം ഷെഡ് നിർമ്മിച്ചതിനെതിരെ KSEB നിലപാടെടുത്തിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പരസ്പരം പഴിചാരുമ്പോൾ പോയത് ഒരു കുടുംബത്തിനാണ്, ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ്. വരുന്ന തലമുറയിൽ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിന് ആരുത്തരം പറയും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ കെട്ടിടത്തിന് ആര് ഫിറ്റ്നസ് നൽകി, ആരുടെ അനുമതിയോടെയാണ് ഇത്തരത്തിൽ സൈക്കിൾ ഷെഡ് പണിഞ്ഞത്? അതിനുശേഷവും മാസാമാസം വൈദ്യുതി KSEBയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഈ ലൈനിന് താഴെയായി ഷെഡ് കണ്ടിട്ടും എന്തുകൊണ്ട് അടിയന്തര നടപടിയെടുത്തില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തുതന്നെയായാലും സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും എല്ലാം കേസെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തര അന്വേഷണം നടത്തുന്നു. KSEB 2 യൂണിറ്റ് അന്വേഷണത്തിന് 2 യൂണിറ്റിനെ നിയോഗിച്ചിട്ടുള്ളതായി പറയുന്നു. കുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നു. ഇത് എല്ലാം തന്നെ ഇതിൻ്റെ പൊലിഞ്ഞ ജീവന് പകരമാകില്ല. അതേ സാഹചര്യത്തിൽ തന്നെ ഈ സ്കൂള് പ്രവർത്തിക്കുന്നത് ഒരു CPM മാനേജ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. വളരെ സ്വാഭാവികമാണ് ആ ഒരു ആശങ്ക എന്ന് പറയുന്നത്. CPMന്റെ ഏരിയ സെക്രട്ടറി തുളസീധരൻ പിള്ളയാണ് ഈ സ്കൂളിൻ്റെ മാനേജർ. അപ്പോൾ ഈ അന്വേഷണം ഏത് വഴിക്ക് പോകും എന്നൊക്കെ നമുക്കറിയാമല്ലോ. അത്തരത്തിൽ ഒരു അനാസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തുളസീധരൻ പിള്ള മാധ്യമങ്ങളോട് പങ്കുവച്ച ഒരു വികാരം. അപ്പോൾ വളരെ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ കുടുംബത്തിന് മകനെ നഷ്ടമായി. 5 ലക്ഷം രൂപയൊക്കെ സഹായധനം പ്രഖ്യാപിച്ചു എന്ന് കേൾക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നതല്ലല്ലോ ആ കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് വളരെ കൃത്യമല്ലേ സുധീഷ്? നീലിമ, അതിൻ്റെ സൂചന തന്നെയാണ് ഇന്ന് ഏത് ചെറിയ കാര്യത്തിലും വലിയ പ്രതിഷേധവുമായി എത്തുന്ന SFI പ്രവർത്തകർ പോലും ആദ്യം പറഞ്ഞത്. അത് ആ കുട്ടി തന്നെ അതിൽ വലിഞ്ഞു കയറിയിട്ടല്ലേ അപകടമുണ്ടായത് എന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ മാനേജ്മെൻറ്റും CPM നേതാക്കളും അതേ ഒരു സമീപനം സ്വീകരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇതിൻ്റെ അന്വേഷണങ്ങളുമൊക്കെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ പോലും ഇതാണ് CPM നിലപാട് എന്നത്. അത് കുട്ടി സഖാക്കൾ വരെ ആ നിലപാട് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞു എന്നതാണ്
നമുക്ക് മനസ്സിലാവുന്നത്. അതിനനുസരിച്ച് ഇനി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ സംഭവിച്ച അനാസ്ഥകളിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സുധീഷ്, ഇപ്പോൾ രാജീവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, എല്ലാവരും ഈ മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളാണ്. KSEB, അതുപോലെ സർക്കാർ, ഈ മാനേജ്മെന്റ്, എല്ലാവരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. കടുത്ത പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടു. യുവമോർച്ചയുടെ പ്രതിഷേധം കണ്ടു. ഇങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ABVPയുടെ പ്രതിഷേധം കണ്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. നാളെ ABVP വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിലവിലെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്? നിലവ സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപാണ് മന്ത്രി V. ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയത്. അതായത് എല്ലാ സ്കൂളുകളിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് ചെന്നാൽ മാത്രം മതി. അത് സ്വകാര്യ സ്കൂളുകളാകട്ടെ സർക്കാർ സ്കൂളുകളാകട്ടെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്കൂളുകളിലേക്ക് എത്തിയാണ് പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയത്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തിയാൽ മതി. അവിടെ സ്വർഗ്ഗതുല്യമായ ഒരു അനുഭവം അവരെ കാത്തിരിക്കുകയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ നേരിൽ കണ്ടു, ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് തെളിയുമ്പോൾ അവിടെ ദാരുണമായ മരണങ്ങൾ പോലും സംഭവിക്കുന്നു. ഒരുപാട് കുടുംബങ്ങളെ അത് വേദനയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇന്ന് പ്രതിഷേധവുമായി എത്തിയ യുവജന സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. രക്ഷകർത്താക്കൾ ചൂണ്ടിക്കാണിച്ചത് അതാണ്. പ്രദേശവാസികൾ ഇന്നും നമ്മളവിടെ ചിലപ്പോൾ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നതും ഈ വിഷയങ്ങളാണ്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, റോഡിൽ കൂടി പോകുമ്പോൾ പോലും കാണാവുന്ന രീതിയിലാണ് ഈ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത്. അത് കുട്ടികൾക്ക് അപകടമുണ്ടാക്കുമെന്ന് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ഒരു കുരുന്നിൻ്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുന്നു. ഏതായാലും വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ആദ്യം പ്രതിഷേധവുമായി എത്തിയത് BJP ആണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP അവിടെ സംഘടിപ്പിച്ചു. പിന്നീട് ABVPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ RSPയും RYFും ഒക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പലതവണ റോഡ് ഉപരോധിച്ചു. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ഒരുപക്ഷെ നാളെയും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് നിലവിൽ യുവജന സംഘടനകൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. യുവമോർച്ച നാളെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ പ്രതിഷേധം തന്നെ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നും നാളെ ഉണ്ടാകും. അതുപോലെ തന്നെ ABVP നാളെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ച് ABVP നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ABVP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. യുവമോർച്ചയും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്നു. നാളെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ചുകൾ സ്കൂളിന് മുന്നിലേക്ക് ഉണ്ടാകും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസും ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസ് ബാരിക്കേഡുകൾ കൂടുതൽ സ്ഥാപിച്ചു. ഇന്നൊരു പക്ഷേ അത്രത്തോളം പോലീസ് ബാരിക്കേഡുകൾ ഈ സമീപത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡിന് സമീപത്തൊക്കെയാണ് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. കാരണം ഒരു വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു ഒരു നാട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് രാവിലെ അവരെ തേടി എത്തിയത്. അവരുടെ ഒരു കുരുന്നിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതും ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച കൊണ്ടാണ് അത് സംഭവിച്ചത്. രാവിലെ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്ന ശേഷം പ്രതികരണം തേടിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞത് പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന് വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന് അല്ലെങ്കിൽ KSEBയുടെ വീഴ്ചയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഒരു കുരുന്നിൻ്റെ ജീവനാണ് അവിടെ നഷ്ടമായത്. പിന്നീട് വീഴ്ചയൊക്കെ സമ്മതിച്ചുകൊണ്ട് മന്ത്രിമാർ രംഗത്ത് വരുമ്പോഴേക്കും ഒരു കുരുന്നിൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയും ഒക്കെ ഈ സ്കൂളിലേക്ക് എത്തുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ അവരിവിടേക്ക് എത്തിയിട്ടില്ല. നാളെ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് നാളെ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാളെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീലിമ.